തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇപ്പോൾ കെ എം ഷാജി ഇപ്പോൾ മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. ഈ സുഗതിന് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ് അതിന് അനുമതി നൽകിയെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. മന്ത്രിയുടെ അനുമതിയോട് കൂടിയായിരുന്നു. സത്യത്തിൽ ആ വാർത്ത ശരിക്ക് ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയൊരു വാർത്തയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആ വകുപ്പിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ഒരാൾ മന്ത്രി എന്ന നിലക്ക് ആ വകുപ്പിൻ്റെ ഒരു പേപ്പറിൻ്റെ ബലത്തിൽ ഒരു ക്രിമിനൽ രക്ഷപ്പെടുക, ജനാധിപത്യ മര്യാദകളൊക്കെ കാറ്റിൽ പറത്തി രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു ഒന്ന് തന്നെയാണ്. അതിനെതിരായിട്ട് പ്രതികരിച്ച എല്ലാവരുടെ പ്രതികരണത്തിൻ്റെ വികാരത്തെ ഞാൻ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ ആ ഫയൽ വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ ആ ഫയൽ ഒരു കാരണവശാൽ ഇയാൾക്കൊരു ആനുകൂല്യം കൊടുക്കാൻ പാടില്ല എന്ന രൂപത്തിൽ തന്നെ ആ ഫയൽ തിരിച്ചയച്ചതാണ്. പക്ഷേ അതിൽ നോട്ട് എഴുതിയിട്ടുള്ള, അതും മനസ്സിലാക്കേണ്ടത് അൺഒഫീഷ്യൽ നോട്ടാണ്, അല്ലാതെ ഒഫീഷ്യൽ നോട്ടല്ല. അങ്ങനെ നോട്ട് എഴുതിയിട്ട് ചിത്ര പി അരുണിമ എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറിയാണ് അങ്ങനെ നോട്ട് എഴുതിയത്. തീർച്ചയായിട്ടും അത് അന്വേഷിക്കും. ഞാനതിൻ്റെ അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നുണ്ട്. അതങ്ങനെ വിടാവുന്നൊരു കേസല്ല. അതിൻ്റെ പിറകിലുള്ള താല്പര്യങ്ങൾ എന്താണ്, അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് പരിശോധിച്ചാൽ മതിയാവും. ഒരു കാര്യം ഉറപ്പാണ്, അത് ഏത് പാർട്ടിക്കാരനായി എന്നൊന്നും വിഷയമല്ല. പക്ഷേ ഒരു ക്രിമിനലായ ഒരാൾ, വളരെ കൃത്യമായ ക്രിമിനലായ ഒരാൾ, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അവരെ സംരക്ഷിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒരു പേപ്പർ കാരണമാകുന്നുണ്ടെങ്കിൽ അത് ലജ്ജിക്കേണ്ട കാര്യമാണ്. എനിക്കതിൽ പ്രയാസമുണ്ട്. മന്ത്രി നിരസിച്ചത് കൊണ്ട് ഇനി അത് ഒരു ഒഫീഷ്യലായി അത് കഴിയില്ല എന്നുള്ളത് കൊണ്ട് കൃത്യമായി തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ അൺഒഫീഷ്യൽ ഒരു നോട്ടായിട്ട് ഇങ്ങനെ കൊടുക്കുക? അതിന് പിന്നെ ഒരു അട്ടിമറി ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയമുണ്ട്. കാരണം നമ്മൾക്കിൻ്റെ മുമ്പിൽ വരുന്ന നോട്ടിൽ നമ്മൾ അതുപോലെ തന്നെ ഞങ്ങളുടെ കീഴിലെ സെക്രട്ടറി അത് കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ടുണ്ട്. ഒരു കാരണവശാൽ അത് കൊടുക്കാൻ അനുവദിക്കേണ്ടതില്ല എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയൊരു നോട്ടിൻ്റെ മുകളിൽ പിന്നെ എന്തിന് നോട്ട് എഴുതി എന്നത് ഒരു ചോദ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു അന്തിമമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയല്ല. അന്വേഷണം തീർച്ചയായിട്ടും നടത്തും. അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ളത് അല്ല, അങ്ങനെയല്ല. കുറ്റക്കാരുണ്ടെങ്കിൽ ആരായാലും, നമ്മൾ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പറയുന്ന പോലെ തന്നെ വെറുതെ കയറിയിട്ട് ആരെങ്കിലും നടപടിയെടുക്കുക അങ്ങനെയല്ല. തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവും. അന്വേഷണത്തിന് ശേഷം തന്നെ പറയും. ഇതിന് പിന്നിൽ ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടലോ മറ്റും ഉണ്ടായെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഈ ചില ആളുകൾക്ക് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നൊക്കെ പറയുന്ന പോലെ ചില ആളുകൾക്ക് ഈ ഉള്ളിലുള്ള ചില ഭക്തി കാണിക്കാനുള്ള അവസരമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് കളയാവുന്ന കാര്യമല്ല. വളരെ ഗൗരവത്തിൽ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഏത് പാർട്ടിക്കാരനെന്നതിനേക്കാളും അപ്പുറത്തുള്ള വിഷയമാണ് ഒരു ക്രിമിനലിനെ ഒരു തരത്തിലും പരോള് പോലും അനുവദിക്കാൻ ലഭ്യമല്ലാത്ത ഒരു ക്രിമിനലിനെ എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടാവുക? അത് അന്വേഷിക്കണം. ഈ മന്ത്രിയെ മറികടന്ന് അണ്ടർ സെക്രട്ടറിക്ക് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് അത് അത്രയേറെ ഗൗരവമുള്ളൊരു കാര്യം കൂടിയല്ലേ? അത് മന്ത്രിയെ മറികടന്നു എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ നോട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തൊരു കുറിപ്പ് താഴേക്ക് വിടുകയല്ലാതെ അതിൻ്റെ മുകളിൽ ഒരു അൺഒഫീഷ്യൽ നോട്ട് എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു കാരണവശാലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്വേഷിക്കും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. മന്ത്രിയെ മറികടന്ന് ആണ് ആ നോട്ട് പോയിട്ടുള്ളതെന്ന് കൂടി മന്ത്രി പറഞ്ഞു വയ്ക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് കൂടി മന്ത്രി പറയുന്നുണ്ട്.